കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇളയ മകൾ സ്നേഹത്തോട് പറയുകയാണ്, അമ്മേ, അമ്മ ഇങ്ങനെ വീട്ടിൽ തനിച്ചിരിക്കരുത്. ദേ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ പാഞ്ഞു വന്ന് അമ്മേ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകും, ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. പുള്ളി ബിസിനസ് അല്ലേ, അപ്പോൾ സമയമുണ്ട്. അത് കേട്ടപ്പോൾ അന്നമ്മ ഒന്ന് സന്തോഷിച്ചു. സന്തോഷിക്കാൻ മതിയായ കാരണങ്ങളുണ്ടോ? എന്തായാലും മരുമകൻ വന്നതിൽ പിന്നെ എന്താണ് അവിടെ നടന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മാഡം, എൻ്റെ പേര് തൽക്കാലം എന്നെ അന്നമ്മ എന്ന് വിളിക്കൂ. എനിക്ക് 50-നോടടുത്ത് പ്രായം, വെളുത്ത് തുടുത്ത് ഇപ്പോഴും ഒരു മുടി പോലും നരയ്ക്കാത്ത ഒരു സുന്ദരിയാണ് ഞാൻ. അപ്പം മാഡം ചോദിക്കും, ആദ്യമേ തന്നെ ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പറയണം മാഡം, എങ്കിലേ ഈ കഥയിൽ എനിക്കുള്ള പ്രാധാന്യം ശരിക്ക് വെളിവാകൂ. എൻ്റെ ഭർത്താവും ഞാനും 5 വയസ്സിന് വ്യത്യാസമുള്ളവരാണ്. ഹസ്ബൻഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ഇത്തിരി പ്രായമായി കഴിഞ്ഞപ്പോഴില്ലേ എല്ലാവരും ചോദിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയോ മകളോ ഒക്കെയാണെന്ന്. കാര്യം അദ്ദേഹത്തിന് പ്രായം കൂടുന്തോറും പ്രായമായി, പക്ഷേ എനിക്കൊട്ടും പ്രായമായില്ല. അതിൻ്റെ പേരിൽ ഇടക്കാലത്ത് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമായിരുന്നു. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യണം മനുഷ്യ? കിളവിയായിട്ട് ഞാൻ മേക്കപ്പ് ഇടണോ? എൻ്റെ കാരണവന്മാർ തന്ന ഭംഗിയും കോലവും എനിക്കുണ്ട്, അതൊന്നും ആര് വന്നാലും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. നല്ല സ്നേഹത്തിലായിരുന്നു ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞാലും. പക്ഷേ അദ്ദേഹം അകാലത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. സർവീസിലിരിക്കുമ്പോഴാണ്. എനിക്ക് 2 ആൺമക്കളും ഒരു മകളുമാണ്. മകളാണ് ഏറ്റവും ഇളയത്. അച്ഛൻ്റെ ജോലി ആർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറഞ്ഞത് മകൾക്ക് കൊടുക്കാനാണ്. അത് സഹോദരന്മാരെ അംഗീകരിച്ചു. അവർ രണ്ടുപേരും വിദേശത്ത് സെറ്റിൽഡാണ്. മകളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് ആ ജോലി കിട്ടി. അപ്രതീക്ഷിതമായിട്ട് അവൾക്ക് തീരെ ചെറുപ്പത്തിൽ ജോലി കിട്ടിയല്ലോ. അവൾ ജോലി കിട്ടിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരാളെ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു ആരാ? ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാ. എന്തായാലും വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചോയ്സ് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നല്ല സൗന്ദര്യമുള്ളൊരു പുരുഷൻ. ഏതൊരു പെണ്ണാണെങ്കിലും സുന്ദരമായ ഒരു ഭർത്താവിനല്ലേ മോഹിക്കുക. എൻ്റെ മോളും അവനെ കണ്ട് ഒത്തിരി മോഹിച്ച് ഇഷ്ടമായി പ്രേമിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് എന്തിൻ്റെയെങ്കിലും പേരിൽ വേണ്ടാന്ന് പറഞ്ഞത്? അതൊരു ഭാഗ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? 2 സമുദായമാണ്, അത് ഒരു പ്രശ്നമാണ്. എന്നാലും ഞാൻ അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ജാതിയും മതവും ഒന്നൊരു പ്രശ്നമല്ല. പിന്നെ എന്തിനാണ് എൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. എങ്കിലും ചെറുക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ചിന്താഗതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. ഈ വീട്ടിൽ നിന്നും ഏകദേശം 7-8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ മകളെ കെട്ടിച്ചയച്ച വീട്. പിന്നെ അവരുടെ കോളേജിന് ഏകദേശം അടുത്തൊക്കെ ആയിരുന്നു അവൻ്റെ വീടും. അങ്ങനെ കണ്ട് പ്രേമിച്ചതാണ്. പിന്നെ അവൻ കോളേജ് കഴിഞ്ഞപ്പോഴേ ബിസിനസ് തുടങ്ങി. 1-2 ലോഡ്ജുകളും മറ്റു ബിസിനസ്സുമൊക്കെ അവനുണ്ട്. എന്നാലും ഇപ്പോഴത്തെ മോഡേൺ തരം ആളാണ് അവൻ. കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരു മോഡലിനെ പോലെ ഇരിക്കും. പിന്നിടയ്ക്ക് ഓഫ് റോഡ്, ട്രക്കിങ്, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പോകും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ലോക്കൽ താരമാണ്. എൻ്റെ മോളാണെങ്കിൽ അവൻ്റെ കൂടെ കാടും മലയും ഒന്നും കയറാൻ പോകില്ല. ഈ സാഹസികതയ്ക്ക് പോകുന്നത് അവനാണ്. ഇപ്പോൾ ഹസ്ബൻഡ് 5-6 ദിവസം മാറി നിന്നാൽ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എൻ്റെ മോൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം അഡ്ജസ്റ്റഡ് ആണ്. അവൻ്റെ കാര്യത്തിൽ ഇവളും ഇവൻ്റെ കാര്യത്തിൽ അവളും അത്രയ്ക്ക് അങ്ങടെ ഇടപെടില്ല. ഒരു മോഡേൺ വിവാഹ ജീവിതം എന്ന് പറയാം. അതൊന്നും പണ്ട് കാലത്തില്ലല്ലോ. ഒരു കണക്കിന് നോക്കുമ്പോൾ അത് നല്ലതാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഭാര്യയും ഇടപെടേണ്ടതില്ല. അതും ഒരു കാര്യം. അത്ര വലിയ പൊസസീവ്നെസ് ഒന്നും പരസ്പരം ഇല്ലെന്നും എനിക്ക് തോന്നാറുണ്ട്. അതെന്താണോ എന്തോ. ഹസ്ബൻഡ് മരിച്ചതിൽ പിന്നെ ഞാൻ അധിക യാത്രകളൊന്നുമില്ല. കൂടി വന്നാൽ സിറ്റി വരെ പോകും. ഒത്തിരി സ്ഥലങ്ങൾ ഹസ്ബൻഡ് ഉള്ളപ്പോൾ പോയിരുന്നു. പിന്നെ ഞാൻ ആക്റ്റീവായില്ല. എന്ത് ചെയ്യാനാണ്? ജീവിതം വേറെ വഴിക്ക് തിരിഞ്ഞല്ലോ. പക്ഷേ മകൾ കല്യാണം കഴിച്ച ഉടനെ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നാൽ പറ്റില്ല. കാര്യം അമ്മയ്ക്ക് എവിടെയും പോകാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അതെന്ത് സാധ്യത? അമ്മയ്ക്കറിയാമല്ലോ, ചേട്ടന് ഇഷ്ടംപോലെ സമയമുണ്ട്. ബിസിനസ്സിൻ്റെ കൂടെ പുള്ളി യാത്രകളൊക്കെ നടത്താറുണ്ട്. അവൻ കാടും മലയൊക്കെ കയറിപ്പോവല്ലേടി? അയ്യോ, അങ്ങനൊന്നുമല്ല. പുതിയ സ്ഥലങ്ങൾ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന സ്ഥലങ്ങളോ ആരാധനാലയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ മതി. പുള്ളി കൊണ്ടുപോകും. അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുമ്മാ ഒന്ന് കറങ്ങാനാണെങ്കിലും പറഞ്ഞാൽ മതി. അമ്മയെ
കൊണ്ടുപോകും. പറയണം കേട്ടോ, ഇനി വെറുതെ വീട്ടിലിരിക്കരുത്, നല്ല യാത്രകൾ ചെയ്യണം. വീക്ക് ഡേയ്സിൽ എന്തായാലും ഞാൻ ഓഫീസിൽ പോകും. അപ്പോൾ ആ സമയത്ത് സമയമുള്ളപ്പോൾ അമ്മ അങ്ങ് പോയാൽ മതി. അമ്മ വീട്ടിലിരിക്കല്ലേ പ്ലീസ്. എന്താടി നീ പറഞ്ഞത്? അവൻ്റെ കൂടെ ഞാനിവിടെ ചുറ്റിക്കറങ്ങാനാണ്? അവൻ്റെ മരുമകനല്ലേ അമ്മേ. സ്വന്തം മകൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുന്ന പോലെ അമ്മ അങ്ങ് വിചാരിച്ചാൽ മതി. പുള്ളി കൊണ്ടുപോകും. ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ നിങ്ങളൊരു ടൂറ് പോകും. എവിടെ? അത് പുള്ളി പറയും. അമ്മ രാവിലെ ഒരുങ്ങി നിന്നാൽ മതി. പുള്ളിക്കാരൻ വൈകിട്ട് തിരിച്ചു കൊണ്ടുവിടും. അമ്മയ്ക്ക് ഒരു റിലാക്സേഷൻ ആകും. അമ്മ ഇങ്ങനെ തന്നെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മനസ്സ് മുരടിക്കും. ഇത്രയും കാലം ഞാനുണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങനല്ലല്ലോ, ആക്റ്റീവായിരിക്കണം, എങ്കിലേ അമ്മയുടെ സൗന്ദര്യം ഇങ്ങനെ നിലനിൽക്കൂ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോവണേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. കുറച്ച് സൈക്കോളജിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവായിരുന്നു എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. മരുമകന് അത്ര താല്പര്യമൊന്നും കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവനൊന്നും പറഞ്ഞു, അമ്മേ അടുത്ത ആഴ്ച നമ്മൾ പോകുന്നു. എവിടെയാണ് പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു പള്ളിയിൽ ഒന്ന് പോയാലോ മോനെ. അതിനെന്താ, ഞാൻ കൊണ്ടുപോകാലോ, നമുക്ക് രണ്ടർ കൂടെ പോകാം. എന്തായാലും ഒരു 4-5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ അവൾ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്തേക്ക് ഇങ്ങ് വരികയും ചെയ്യാം. അങ്ങനെ ഞാനവരും കൂടെ ആദ്യമായിട്ട് പള്ളിയിലാണ് പോയത്. എടാ ശരിക്കും അച്ചായൻ ഞാനും കൂടി അച്ചായൻ മരിക്കുന്നതിന് ഏകദേശം 1 മാസം മുമ്പ് ഇവിടെ വരണമെന്ന് പറഞ്ഞതാണ്. അപ്പം അച്ചായൻ പറഞ്ഞു, ഇടി നമുക്ക് പോകാം, എനിക്ക് ലീവ് കിട്ടട്ടെ, നമുക്ക് വേറെ 2 സ്ഥലത്ത് പോകാമെന്ന്. പക്ഷേ അത് പറഞ്ഞിരുന്നപ്പോഴാണ് പുള്ളിക്ക് അങ്ങനെ സംഭവിച്ചത്. അതിനെന്താമ്മേ, മകൻ്റെ കൂടെ വരാനായിരുന്നു അമ്മയ്ക്ക് ഭാഗ്യം. ദേ അമ്മ നന്നായി പ്രാർത്ഥിച്ചു, നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് ദേ ഇവിടെ ഒരു ഡാമുണ്ട്, ആ ഡാം ഒന്ന് കാണാമെന്ന് പറഞ്ഞു. വേണം മോനെ, താമസിക്കില്ലേ? താമസിക്കില്ല. അതിനിപ്പുറത്ത് നല്ല ഫുഡ് കിട്ടും. അതുമാത്രമല്ല മീൻ അപ്പം തന്നെ പിടിച്ചെടുത്തത് ചുട്ട് പൊരിച്ചു തരും. ചുട്ടോ? അല്ലമ്മേ, നല്ല രീതിയിൽ കറി വെച്ചൊക്കെ തരും, പൊരിച്ചതുണ്ട്. അമ്മ കഴിക്കേണ്ട ഭക്ഷണമാണ്. അമ്മയ്ക്ക് ഭക്ഷണം വലിയ ഇഷ്ടമാണല്ലോ, നോൺ വെജ്. നമുക്കൊന്ന് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. സത്യം പറയാമല്ലോ, എൻ്റെ മനസ്സ് നിറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ല ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ആസ്വദിച്ച് ഞാൻ കഴിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കയറി വേണ്ടാണെന്ന് ഞാൻ പറഞ്ഞതാണ്. വാമേ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ചെന്നപ്പോഴില്ലയോ, ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനെല്ലാം മേടിച്ചു, അവനെ കുറച്ച് വാങ്ങിച്ചു. പിന്നെയും ചെറിയ ചില പർച്ചേസുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മകളെ ഓഫീസിൽ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവർ പോവുകയും ചെയ്തു. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് വൈകിട്ട് കൂട്ടുകിടക്കാൻ വേണ്ടി ഒരാളെ എൻ്റെ മകൾ തന്നെ ഏർപ്പാടാക്കി. കാര്യം അവൾക്കാരും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഈ വരുന്ന ആൾ അവളുടെ കൂട്ടുകാരുടെ അമ്മയാണ്. അപ്പം പിന്നെ പ്രശ്നമില്ല. രാത്രിയാകുമ്പോൾ കലയും വരും. അപ്പോൾ എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ നല്ല സമാധാനപരമായിട്ട് അന്ന് എനിക്ക് തോന്നി. ഇതൊരു പുതിയ തുടക്കമാണ്. എല്ലാം കൊണ്ടും ഞാൻ ദുഃഖത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി റിലാക്സേഷൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മകൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു യാത്ര പോകുമ്പോൾ എന്ത് രസമാണ്. മരുമകനാണെങ്കിൽ കളിയും ചിരിയും തമാശയും, സംസാരിക്കുന്നതും ചിരിക്കുന്നതും, പിന്നെ അവൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സുഗന്ധവും. ആളാകെ സ്മാർട്ടാണ്. അവധി ദിവസങ്ങളിൽ മിക്കവാറും അവർ രണ്ടുപേരോട് കറങ്ങാൻ പോകും. സ്വർഗത്തിലെ കട്ടുറുമ്പായി ഞാൻ പോകില്ല. ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടി ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസം. അങ്ങനെയൊക്കെയാണ് ഞാൻ മരുമകനുമായി ടൂർ പോകാറുള്ളത്. അവൻ എന്നോട് നേരത്തെ വിളിച്ചു പറയും, അമ്മ ഒരുങ്ങി നിൽക്കണമെന്ന്. ഒരു വട്ട കലയെ ഞാൻ വിളിച്ചു. അവളെന്നേക്കാൾ 2 വയസ്സിനുള്ളതാണ്. എടി വാ, നമുക്ക് 2 പേർക്കും കൂടെ അവൻ്റെ കൂടെ പോകാം, ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അയ്യോ വേണ്ട ചേച്ചി, നിങ്ങൾ അമ്മായിമ്മയും മരുമകനും കൂടി സൊള്ളുന്നിടത്ത് നടുക്ക് എനിക്കെന്താ കാര്യമെന്ന്. ഞാനിപ്പോൾ അവളെ തുറച്ചു നോക്കി. നീ എന്താടി പറഞ്ഞത്? അമ്മായിമ്മ മരുമേനും കൂടെ സൊള്ളുന്നെന്നോ? ഞങ്ങളെന്താ ഭാര്യയും ഭർത്താവാണോ സൊള്ളിക്കൊണ്ട് പോകാൻ? ഞാനും അവനും അമ്മയും മകനുമല്ലേ? അമ്മയും മകനൊക്കെ ആണെങ്കിലും അമ്മായിമ്മയും മരുമകനുമാകുമ്പോഴേക്കും അതൊരു പ്രത്യേക ബന്ധമല്ലേ? അതെന്താടി പ്രത്യേക ബന്ധം? നിനക്കൊരു മോളുണ്ടല്ലോ, അവിടെ കല്യാണം ഇടയ്ക്ക് കഴിഞ്ഞില്ലേ? നീയും നിൻ്റെ മരുമകനുമായിട്ട് എന്ത് പ്രത്യേക ബന്ധമാണ് ഉള്ളതെന്നും? ഞാനും എൻ്റെ മരുമകനും തമ്മിൽ പ്രത്യേക ബന്ധമൊന്നുമില്ല. പിന്നെ ഞാനും എൻ്റെ മരുമകനും തമ്മിലാണ് ഇവിടെ പ്രത്യേക ബന്ധം. അല്ല, ചേച്ചിയുടെ മരുമകനില്ലേ, നല്ല സൗന്ദര്യമുള്ള സിനിമ നടനെ പോലെ ഇരിക്കുകയാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് അടുത്തിരിക്കാൻ തോന്നും, ഒത്തിരി നേരം മിണ്ടാൻ തോന്നും. എൻ്റെ മരുമകൻ അതുപോലെ വല്ലതും ആണോ? ഉണക്കച്ചുള്ളി കമ്പനിയും പാൻറ്റും ഷർട്ടും ഇട്ട പോലെ ഇരിക്കും. ചേച്ചിയുടെ മരുമകനെ പോലെയാണോ? അപ്പം മരുമകൻ്റെ സൗന്ദര്യം അനുസരിച്ചിട്ടാണോ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? നിൻ്റെ മരുമകൻ എൻ്റെ മരുമകനെ പോലെ ആയിരുന്നെങ്കിൽ അയ്യോ, എങ്കിൽ ഞാൻ അവനോട് ഭയങ്കരമായിട്ട് അടുത്തിരുന്ന് സംസാരിച്ചേനെ. എപ്പോഴും അവൻ്റെ കൂടെ യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചേനെ. അതെന്താണ് നിനക്ക് അങ്ങനെ ഒരു മോഹം? നിനക്ക് ഭർത്താവില്ലേ? ഭർത്താവ് ഉണ്ടായിട്ടും മകളുടെ കിട്ടിയവൻ്റെ മേലാണോ നിൻ്റെ കാണണം? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല, ഇതൊക്കെ ഒരു വൈബാണ്. അമ്മായിമ്മയും
മരുമകനും തമ്മിലുള്ള വൈബ് എപ്പോഴും ചേച്ചി കേൾക്കുന്നതല്ലേ കഥകളിലൊക്കെ. ഏത് കഥകളിൽ? ഓ, ഈ ചേച്ചി ഇങ്ങനെ മൊബൈലിലൊന്നും വരുന്ന കഥകളൊന്നും കേൾക്കാറില്ലേ? എടി പെണ്ണേ, അതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ എക്സാജറേഷൻസ് ആണ്. അങ്ങനൊന്നുമില്ല, അമ്മയും മകനും തന്നെയാണ്. നീ എന്തിനാണ് കാട് കയറി പറഞ്ഞ് എന്നെ വഴിതിരിച്ചു വിടുന്നത്? അവൻ എൻ്റെ പൊന്നു മോനല്ലേ. പൊന്നു മോനെ, ഇത്തിരി കഴിയുമ്പോഴേക്കും വേറെന്തെങ്കിലും ആണെന്ന് പറയരുത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഹാ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. കാര്യം നീ ഒന്ന് കാണണം, ഞങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം വന്നേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ മനസ്സിലാവനസോടെ ആ എങ്കിൽ ഞാനും വരാം. മുന്നിലൊന്നും ഞാനിരിക്കില്ല, പുറകിലേ ഇരിക്കൂ. പിന്നെ നിന്നെ മുന്നിൽ കയറ്റിയിരുത്താൻ നീ ആര്? മഹാറാണിയോ? വേണമെങ്കിൽ വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് ഞങ്ങൾ ഒരിടത്ത് പോകാൻ തീരുമാനിച്ചത്. എവിടെയാണെന്നറിയാമോ? കുമളി. ഞാൻ പറഞ്ഞിരുന്നു, ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അവിടെ നല്ല സ്പൈസസും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഷോപ്പിലൊക്കെ ഒന്ന് കയറി എനിക്ക് നല്ല കുറേ കാര്യങ്ങൾ വാങ്ങിക്കണമെന്ന്. അതിനെന്താ അമ്മയെ പോകാമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മകൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, വീക്ക് ഡേയ്സിലായതുകൊണ്ട് അവൾക്ക് ജോലിയുണ്ട്. അവൾ പറഞ്ഞു സാരയില്ല, എന്തായാലും അമ്മ പോയി വാങ്ങിച്ചോണ്ട് വാ. പിന്നെ എന്നെ വീഡിയോ കോൾ വിളിച്ചെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞു. അതിനെന്താടി കാണിക്കാന്ന് പറഞ്ഞാണ് ഞങ്ങൾ 3 പേരും കൂടെ പോയത്. വഴിക്ക് വെച്ച് മരുമകൻ്റെ പെരുമാറ്റവും പിന്നെ അവൻ പല റയറായിട്ടുള്ള ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയതും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതും തമാശയൊക്കെ പറന്നും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കലയ്ക്ക് നന്നേ ബോധിച്ചു. ആഹാരം ഒരിടത്ത് വെച്ച് കഴിച്ചിട്ടിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവളെന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഷോ ചേച്ചിയുടെ മരുമകൻ അവനൊരു സംഭവം തന്നെ. ഞാനിങ്ങനെ ദൂരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ആരാധന തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴില്ലേ, എനിക്കവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ തോന്നുന്നു. നിനക്ക് എന്താടി തോന്നിയത്? എന്താ തോന്നിയെന്ന് ചേച്ചിക്ക് അറിയില്ലേ? ഒരു സ്ത്രീക്ക് തോന്നുന്നതൊക്കെ തോന്നി. എടീ, നിന്റെ പ്രായം എന്ത്, അവൻ്റെ പ്രായം എന്ത്? അവൻ്റെ അമ്മയാകാനുള്ള പ്രായം നിനക്കുണ്ട്. അപ്പോൾ അവളോട് പറയുകയാണ്, അമ്മയാകാനുള്ള പ്രായമുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്ന പ്രായമല്ലേ. അപ്പോൾ എനിക്ക് മോഹിച്ചാൽ എന്താ? എടി, നീ അപ്പോൾ വന്നത് എൻ്റെ മകളുടെ വിവാഹ ജീവിതം കുളമാക്കാനാണോ? അവൾ പറഞ്ഞത് ഏറ്റവും വിശ്വസിക്കാവുന്ന ആളാണ് മഞ്ജുൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ കൊഞ്ചു പോലെ കൊഞ്ചുവാണല്ലോ. ചേച്ചി, ആദ്യം ഭർത്താവ് മരിച്ചുപോയി, അയ്യോ എൻ്റെ എല്ലാം പോയി, പിന്നെ പ്രായമായി, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മൂട് കളയാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ ചേച്ചിയുടെ മരുമോനെ എന്തായാലും കണ്ണും കൈയും കാലും ഒന്നും കാണിച്ച് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പ്രേമിക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുമായിരിക്കും. കാര്യം അങ്ങനെ നിൽക്കല്ലേ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് നല്ല സുന്ദരനായ ഒരു പയ്യൻ. ചേച്ചി മനസ്സിലൊന്ന് വിചാരിക്കും, ഇപ്പോൾ ചേച്ചി പ്രായമായെങ്കിലും ചേച്ചിക്കും ചില സിനിമകളൊക്കെ കാണുമ്പോഴേക്കും ആ നായകൻ എന്നെ വന്ന് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നില്ലേ? എനിക്കൊന്നും തോന്നില്ല. ചേച്ചിക്ക് സാരമായ എന്തോ പ്രശ്നമുണ്ട് തലച്ചോറിന്. അല്ലെങ്കിൽ സാധാരണ സ്ത്രീകൾക്കൊക്കെ തോന്നും. ഇത്തിരി പ്രായമായെന്ന് പറഞ്ഞാലും അവരുടെ നോട്ടം പ്രായമായവരിൽ ആകില്ല, കിളന്ന പയ്യന്മാരിലാകും. അതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ എന്ന് വെച്ചിട്ട് അതിന് ട്രൈ ചെയ്യാനൊന്നും പോകില്ല. മനസ്സിൽ ആഗ്രഹിക്കാമല്ലോ. പിന്നെ രാത്രിയിൽ ഭർത്താക്കന്മാർ വന്ന് തിരി കത്തിക്കുമ്പോഴേക്കും തിരി കത്തി പ്രകാശം പരത്താൻ ഇത്തിരി സമയമെടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല സുന്ദരന്മാരെ മനസ്സിൽ വിചാരിക്കണം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ആ സുന്ദരനാണെന്ന് വിചാരിച്ചാൽ മതി. ജീവിതം മനോഹരമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ആ സുന്ദരന്മാരുടെയൊക്കെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ അവരെ തട്ടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ആരാധനയുള്ളവരെ നമുക്ക് ഒരു സങ്കല്പത്തിൽ ഉപയോഗിക്കാമല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ മരുമകൻ എൻ്റെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരാളാണ്. എടി, അവന് നീ സങ്കല്പത്തിൽ ഉപയോഗിക്കരുത്. പിന്നെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സങ്കല്പം അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ സങ്കല്പത്തിൽ ഉപയോഗിക്കുന്നതിനെ തടയാൻ ചേച്ചിക്ക് ആവില്ല. ചേച്ചി മുന്നോട്ട് നടന്നേ എന്ന് പറഞ്ഞു. നിനക്ക് എന്തിൻ്റെ കേടാടി? നിന്റെ കിളി മൊത്തം പോയിട്ട് ടൈപ്പാ നീയെന്ന്. എൻ്റെ കിളികളൊക്കെ പോകും ചില സമയത്ത്. പക്ഷേ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും. എടി, നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ കൂട്ടുകിടക്കാൻ മാറാൻ സമ്മതിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങേരുടെ അടുത്തിപ്പം ഞാൻ താമസിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. അങ്ങേർക്കും ഗുണമില്ല, അങ്ങേർക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്കൊരു വരുമാനമാകും. പിന്നെ ചേച്ചിക്ക് ഞാൻ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഒന്ന് പോടി, ഞാൻ വെറുതെ പറഞ്ഞതാണ്. നീ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചൊറിഞ്ഞതല്ല, സത്യമായ എൻ്റെ സങ്കല്പത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാലും ചോരയും നീരുമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും നിന്റെ സങ്കല്പം ഒരു വല്ലാത്ത സങ്കല്പം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ അവളെ കളിയാക്കി. വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വന്നു. അവളെ അവളുടെ വീടിന് മുന്നിൽ ഇറക്കി വിട്ടു. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ് അവളുടെ വീട്. പിന്നെ അവൾ രാത്രി 8 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ അവൾ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചു, നീ കുളിച്ചിട്ടല്ലേ ഇന്ന് വരുന്നത്? ഇന്നെന്താ കുളിക്കാത്തതും? എന്താണെന്നറിയില്ല,
കാറിരുന്നപ്പോഴില്ലേ അവനാണെങ്കിൽ ഉപയോഗിച്ച പെർഫ്യൂമില്ലേ അതിൻ്റെ സ്മെല്ല് എൻ്റെ ദേഹത്തും വസ്ത്രങ്ങളും ഒക്കെ. അതുകൊണ്ട് ഞാൻ കുളിച്ചതുമില്ല, തുണി മാറിയതുമില്ല. നിനക്ക് എന്താടി, നിനക്ക് വയ്യേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു ചേച്ചിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. പറ്റിയ തടാകത്തിൽ ടാങ്കർ ലോറി കൊണ്ടുവന്ന് വെള്ളമടിച്ചാലും പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പോൾ നീ പറ്റിയ തടാകമല്ലേ? ഞാൻ പറ്റിയ തടാകമൊന്നുമല്ല. ഞാനിപ്പോഴും മരുഭൂമിയിലെ നല്ല നീരൊഴുക്കുള്ള മരുപ്പച്ചയാണ്. ചേച്ചി ഈ കാര്യമില്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് പറയൂ, ഞാൻ സ്വപ്നത്തിലെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ കിടന്നു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നീ ശരിക്കും എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, യഥാർത്ഥത്തിൽ നിനക്ക് തോന്നിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞതാണ്. എനിക്ക് ചേച്ചിയുടെ മരുമകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ആഗ്രഹം തോന്നി. സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മുന്നും പിന്നും ഒന്നും നോക്കില്ല, കളം നിറഞ്ഞ് ഞാൻ ഇറങ്ങിയേനെന്ന് പറഞ്ഞു. എടി അതൊക്കെ തെറ്റല്ലേ? അങ്ങനെ ചിന്തിക്കാമോ? ഒരു തെറ്റുമില്ല, ഛേദമില്ലാത്ത ഒരു കാര്യമാണ്. ഇതുകൊണ്ട് മകൾക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഈ പ്രായത്തിൽ നമുക്ക് ബാധ്യതയാകില്ല. പിന്നെ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷേ ചേച്ചി അങ്ങനെയല്ല, ഇപ്പോഴും സുന്ദരിയാണ്. വല ഒന്ന് വീശിയാൽ മതി, അവൻ അതിൽ കുടുങ്ങും. നീയോ വഴി തെറ്റി എന്നെ നീ തെറ്റിക്കാൻ തുടങ്ങിയാണോ എന്ന് പറഞ്ഞ് ഞാൻ അവളെ ശാസിച്ചു. എന്തായാലും എൻ്റെ മനസ്സിൽ കൂടി പലവിധ ചിന്തകൾ കടന്നുപോയി. അവളേക്കാൾ തരളിതമായി എൻ്റെ മനസ്സ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തോ സംഭാഷണത്തിനിടയ്ക്ക് എൻ്റെ മകൾ പറഞ്ഞു, ഓ കലയാറ്റുള്ളത് എന്ത് ഭാഗ്യമാണ്, അവന് എത്ര സ്മാർട്ടാണെന്ന് അറിയാമോ, അമ്മയ്ക്ക് എന്ത് കൂട്ടാണ്, ഇത്ര ആത്മാർത്ഥമുള്ള ആരെ കിട്ടും അമ്മയ്ക്ക്, അവരുള്ളതാണ് എനിക്കൊരു സമാധാനം, എന്ത് നല്ല സ്വഭാവമല്ലേ അമ്മയെന്ന് ചോദിച്ചു. എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നേക്കാൾ പൊക്കി അവളെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത്ര നല്ല സ്വഭാവമൊന്നുമല്ല, ഒരു ദിവസം നടന്ന സംഭവം കേൾക്കണോ എന്ന് പറഞ്ഞിട്ട് ഈ കഥകൾ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ബാക്കി അവൾ പറഞ്ഞ കഥകളെല്ലാം ഞാൻ എൻ്റെ മോളോടങ്ങ് പറഞ്ഞു. അങ്ങനെ പറയാൻ ഒട്ടും പാടില്ലായിരുന്നു, എങ്കിലും ഞാൻ പറഞ്ഞു. എൻ്റെ മകൾ അത് കേട്ടിട്ട് എന്തെങ്കിലും രീതിയിൽ പൊട്ടിത്തെറിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. എന്താടി നിനക്കിത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അവരാണെങ്കിൽ എത്ര നോക്കിയാലും പുള്ളിക്കാരൻ വീഴില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക, അതീവ സൗന്ദര്യമുള്ള, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും 1000 പേര് അവിടെ പുറകെ കാണും. അവർ എവിടെ പോയെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വന്ന ആളുകൾ മുട്ടും. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം സൗന്ദര്യം കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് അത് അനുഭവപ്പെടും. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടി അപ്പോൾ സൗന്ദര്യമുള്ള നിന്റെ ഭർത്താവിൻ്റെ പുറകെ ഏതെങ്കിലും ആളുകൾ കൂടി അവൻ ആ കെണിയിൽ വീണു പോയാലോ? അപ്പോഴും മകൾ പറഞ്ഞു, അമ്മേ കെണിയിലൊന്നും വീഴില്ല, വീഴുവാണെങ്കിൽ 1-2 മണിക്കൂറൊന്നും വീഴും, അത് കഴിയുമ്പോഴേക്കും അങ്ങനെ തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. ഈ പ്രേമവും സ്നേഹവും കല്യാണവും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ഒരിക്കലും ഓവർ പൊസസീവ്നെസ് ആകരുത്. കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള ഇഷ്ടങ്ങളും തോന്നാം. വിവാഹം കഴിച്ചെന്ന് വെച്ചിട്ട് അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? പുറത്തുള്ളത് പുറത്ത് ഡീൽ ചെയ്യുക, വീട്ടിൽ വരുമ്പോൾ ഭാര്യയും ഭർത്താവായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. വിവാഹ ജീവിതത്തിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകരുത്. അല്ലാതെ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒരു രാത്രിയോ ഒക്കെ പോയ കഥകളെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. അത് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത്യധികമായ ഇഷ്ടം പിടിച്ചാൽ ഒരിക്കലും നിർത്താത്തൊരിഷ്ടം ഒരാളോട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ബാക്കി വെച്ചേക്കരുത്. അത് അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരിക, അത്രയേ ഉള്ളൂ. അത് പറയുക പോലും വേണ്ട. എന്ന് വെച്ചിട്ട് പ്രോബ്ലംസ് ഒന്നും അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ഉണ്ടാക്കരുത്, അത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഡീല്. എൻ്റെ പൊന്നുമോളെ, ഇതൊക്കെ എന്ത് ഡീലാടി? എവിടെ നടക്കുന്ന കാര്യമാണിത്? ഇതാണോടി ഈ പാശ്ചാത്യ രീതി? അതൊന്നും എനിക്കറിയില്ല അമ്മേ. ഞങ്ങൾ രണ്ടുപേരും വളരെ പ്രാക്ടിക്കലായിട്ടുള്ളതാണ്. ഇപ്പോൾ കലച്ചേച്ചിൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് പറഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരുടെ മുന്നിലൊന്നും വീഴില്ല. പിന്നെ അമ്മയെപ്പോഴൊരു സുന്ദരി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണേക്കും. നീ എന്തൊക്കെയാടി പറഞ്ഞത്? അമ്മേ, അമ്മയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാര്യം അമ്മയ്ക്ക് ചുക്കെന്താ ചുണ്ണാമ്പെന്താ ആണെന്താ പെണ്ണെന്താ ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാത്ത ഒരാൾ, ഒരു മണവും ഇല്ല ഗുണവുമില്ല. പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വളരെ പ്രാക്ടിക്കലായി ജീവിക്കുന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ, അത്രയേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പണ്ടത്തെ കാലമല്ലോ ഇത് എന്ന് പറഞ്ഞ് അവൾ ആ സംഭാഷണം ഈസി ആയിട്ട് വിട്ടു. ദൈവമേ, എൻ്റെ കാലഘട്ടം എന്ത്, എൻ്റെ ചിന്ത എന്ത്, എൻ്റെ മോൾ അങ്ങനെ ജീവിക്കുന്നു, കാലത്തിൻ്റെ ഓരോരോ മാറ്റങ്ങളെ. പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു
കഴിഞ്ഞപ്പോഴേക്കുമില്ലേ എൻ്റെ മനസ്സ് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ പലതും ആലോചിച്ചു. എത്ര പ്രാക്ടിക്കലാണ് ഈ ഒരു വലിയ കാര്യത്തെയൊക്കെ, എത്ര ചെറുതായിട്ടാണ് അവൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആളുകൾക്ക് ഈ പണ്ടത്തെ സദാചാരം പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് കല അവനെ വർണ്ണിച്ച് പറയുമ്പോൾ ഞാനും ആസ്വദിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂട്ടത്തിൽ കൂടിയിട്ട്, ഇന്ന് അവൻ ഇട്ടിരിക്കുന്ന ജീൻസ് കൊള്ളാല്ലേടി. ചേച്ചി ജീൻസാണോ നോക്കിയത്, ഏത് ഭാഗമാണ് നോക്കിയെന്നോട് പറയണം, എങ്കിലും എനിക്ക് ബാക്കി പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പലതും പറയും. എൻ്റെ മനസ്സിലേക്ക് അങ്ങ് മാറ്റം വന്നു തുടങ്ങി. പോകെ പോകെ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ വയ്യാതായി. അവൻ എന്തെങ്കിലും തമാശ പറയുമ്പോൾ അവൻ്റെ തോളിലേക്ക് ചാരിക്കിടന്ന് ചിരിക്കുക, അങ്ങനെയുള്ള പല ചേഷ്ടകളും ഞാൻ കാണിക്കാൻ തുടങ്ങി. അവനത് മനസ്സിലായെങ്കിലും അവന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആശകൾ വളർന്നു. ഒരു വട്ടം അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയോ തമാശ പറഞ്ഞപ്പോഴില്ലേ അറിയാതെ അവനൊരു നുള്ളു കൊടുക്കുന്ന പോലെ കൈ നീട്ടിയതാണ്. പക്ഷേ ഗിയറിൽ തട്ടിയില്ലേ, എൻ്റെ കൈ നുള്ളു കൊടുത്തു. അത് പക്ഷേ ഞാൻ എങ്ങനെ പറയുക, വേറെ ഒരു നുള്ളാണ്. അവൻ പെട്ടെന്ന് സീറ്റിൽ നിന്ന് ഒന്നിളകി ചാടി. അമ്മ നുള്ളി എടുക്കുമോ എന്ന് ചോദിച്ചു. സോറി മോനെ, സോറി, ഞാൻ നുള്ളാൻ ഉദ്ദേശിച്ചത് നിൻ്റെ വയറിലാ. വയറിലാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല, മനഃപൂർവ്വം അമ്മ ചെയ്താട്ടാ തോന്നുന്നതെന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ കുറ്റബോധമായി. സോറി മോനെ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല, നീ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം അവനോട് പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിക്കാനാണ്, ഇത് ഒരു ഗ്രീൻ സിഗ്നലായിട്ടാണ് എനിക്ക് തോന്നിയത്. നീ എന്താ പറഞ്ഞത്? ഇതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ ഇനിയും എനിക്കൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ മതി, അല്ലെങ്കിൽ അമ്മ അടങ്ങി ഒതുങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അന്ന് പിന്നെ ഞാൻ അഭിനയിച്ച് മാനേജ് ചെയ്തു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ഒറ്റ ഗ്രീൻ സിഗ്നൽ ഞാൻ കൊടുത്തു. അപ്പം അമ്മ ഇന്ന് തന്നത് യഥാർത്ഥ ഗ്രീൻ സിഗ്നലാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ്, എങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി വിട്ടാലോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിട്ടോളൂ എന്ന്. പിന്നെ ആ സമയത്ത് ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. മേലെ വീട്ടിലെ വെണ്ണിലാവ് രാവിൽ തോണി കളിച്ചൊരു നേരം എന്ന് പറയുന്ന പാട്ട് പോലെ അവിടെ താളവും മേളവും തപ്പും തുടിയുമായിരുന്നു. അതിൽ ഞാൻ മറന്നുപോയി എന്നെ തന്നെ. കലയെ ഞാൻ മനസ്സാ ഒത്തിരി താങ്ക് യു പറഞ്ഞു. കാര്യം അവളാണല്ലോ വിത്ത് പാകിയത്. വിത്ത് വളർന്ന് വമ്പൻ വൃക്ഷമായത് അവൾ അറിഞ്ഞില്ല. ആരോടും ഞാൻ പറയില്ല, എൻ്റെ മകളോടും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും മരുമകനും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മാഡം, തെറ്റാണ് എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു സംഭവങ്ങൾ തുറന്നുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് മാറി, എൻ്റെ സൗന്ദര്യം മെച്ചപ്പെട്ടു, ആരോഗ്യം മെച്ചപ്പെട്ടു. അതുമാത്രമല്ല, ഒരു പുല്ല് പോലും കിളിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച തരിശു നിലങ്ങളിൽ ഇപ്പോഴിതാ ജലസമൃദ്ധിയിൽ വിളകൾ കതിര് കൊയ്യുന്നു. എന്താണെന്നറിയില്ല, ആകെ ഞാൻ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലും വൈബിലുമാണ്. തെറ്റാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവ് സംഭവങ്ങളാണ് ഈ ഒരു അനുഭവം ഉണ്ടാക്കിയത്. അതിനെപ്പറ്റി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ കൂടെ ആക്റ്റീവായി നിൽക്കുന്ന, എല്ലാം ഷെയർ ചെയ്യുന്നൊരു പങ്കാളി ഉണ്ടാകുക, അതെപ്പോഴും സജീവമായിരിക്കുക, എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നതും മൈൻഡ് റിലാക്സ് ആകുന്നതും, അത് പല മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അല്ലാതെയുള്ള ശാരീരികമായ മാറ്റങ്ങൾ ഒക്കെ നമുക്ക് തരും. സന്തോഷവും സമാധാനവും ഒക്കെയാണല്ലോ നമ്മുടെ യൗവനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതും. അപ്പോൾ അതെല്ലാം നല്ലത് തന്നെയാണ്. നല്ലൊരു സ്നേഹമുള്ള പാർട്ണറുള്ളത് എല്ലാം ഹെൽത്ത് ബെനിഫിറ്റുള്ള കാര്യം തന്നെയാണ്. ഒത്തിരി ഗുണഗണങ്ങളുമുണ്ട്. എപ്പോഴും സജീവമായിരിക്കുന്നത് നല്ലതാണ്. ഒരു പാർട്ണർ ഏത് പ്രായത്തിലുണ്ടായിരിക്കുന്നതും വളരെ വളരെ ബെനിഫിറ്റുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ട് പാർട്ണർ ആരാണെന്നും ഏതാണെന്നും നമുക്ക് ഒരു വ്യവസ്ഥ വേണ്ടേ? ആ വ്യവസ്ഥയിലാണ് ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കേൾക്കുന്നവർക്കും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ സ്നേഹമുള്ള രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് ഒത്തിരി ഗുണങ്ങളുണ്ടാക്കും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ വലിയൊരു കാര്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ.